ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 വർഷഫലം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയായിരിക്കും 2026 എന്നുള്ളതാണ്. പൊതുവേ നമുക്ക് പറയുകയാണെങ്കിൽ 2026 അവരുടെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ തലത്തിലും ബിസിനസ് തലത്തിലും കുടുംബതലത്തിലും സാമ്പത്തിക തലത്തിലും പരിവർത്തനങ്ങളുടെ ഒരു വർഷമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള ഫലം അറിയുന്നതിന് മുമ്പ് 2026 ഈ കൂറുകാരുടെ ഗ്രഹഗോചര സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. അതിൽ സാവധാനം രാശി മാറുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി ശനി, രാഹു, കേതു, ഗുരു. അതിൽ ശനി എന്ന് പറയുന്നത് ജന്മ ലഗ്ന രാശ്യാധിപനാണ്. ആ ശനി 3 ആണ് നിൽക്കുന്നത്. 3 ശനി നല്ലതാണ്. ശനിക്ക് 2026 രാശി മാറ്റമില്ല. പക്ഷേ ജൂലൈ 27 ആവുമ്പോൾ ആ 3 നിൽക്കുന്ന ശനിക്ക് വക്രസ്ഥിതി വരുന്നുണ്ട്. രാഹു 2-ലാണ്. വർഷാവസാനം ഡിസംബറിൽ രാഹു ജന്മരാശിയിലേക്ക് മാറുകയാണ്. കേതു അഷ്ടമത്തിലാണ്. വർഷാവസാനം ഡിസംബറിൽ ആ കേതു 7-ലേക്ക് മാറും. ഗുരു ജൂൺ 1 വരെ 6-ലായിരിക്കും. അതിനുശേഷം ഒക്ടോബർ അവസാനം വരെ ആ ഗുരു 7-ലേക്ക് മാറുന്നു. അതിനുശേഷം വർഷാവസാനം വരെ ആ ഗുരു അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. എങ്കിലും ആ ഗുരു മാർച്ച് 10 വരെ 6-ല് വക്രസ്ഥിതിയിലായിരിക്കും. ഇതാണ് സാവധാനം രാശി മാറുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത്. ഇനി മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി എടുക്കുമ്പോൾ സൂര്യൻ വർഷാരംഭത്തിൽ, അതായത് ജനുവരി 14 മുതൽ ജന്മരാശിയിലാണ്. അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ ക്രമേണ 2, 3, 4 രാശികളിലൂടെ സഞ്ചരിക്കുന്നു. അതുപോലെ ചൊവ്വ സുഖസ്ഥാനാധിപനാണ്. ആ സുഖസ്ഥാനാധിപനും 2, 3 ജന്മരാശിയിൽ, അതുപോലെ 2, 3 രാശികളിലൂടെ രാശി മാറുന്നു. അതുപോലെ ബുധനും വർഷാരംഭത്തിൽ ജന്മരാശിയിലും 2, 3, 4 രാശികളുടെ രാശി മാറുന്നു. അപ്പോൾ പൊതുവെ നമ്മൾ എടുക്കുമ്പോൾ രവി, കുജൻ, ബുധൻ, ശുക്രൻ, ഈ 4 ഗ്രഹങ്ങളും വർഷാരംഭത്തിൽ ജന്മരാശിയിലാണ്. അപ്പം നമ്മൾ ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു പൊതുഫലമാണ് 2026 ഫലമായിട്ട് പറയുന്നത്. ഇത് പൊതുഫലമായിരിക്കും. കാരണം ഈ ഫലത്തെ ഈ കൂറുകാർക്ക് 2026 നടക്കുന്ന ദശ അവരുടെ അപകാരം, ഛിദ്രം, അതുപോലെ തന്നെ അത് അവരെ വളരെയധികം സ്വാധീനിക്കും. അപ്പോൾ 2026 നടക്കുന്ന ദശ, അപകാരം, ഛിദ്രമൊക്കെ ജാതകത്തിൽ എവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ, അതിനനുസരിച്ച് ഈ ഫലത്തിൽ മാറ്റങ്ങളുണ്ടാകും. മാത്രമല്ല, ഞാനിവിടെ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഫലം പറയുമ്പോൾ മകരക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ മകരലഗ്നം വരൂ. മറ്റുള്ളവർക്ക് മറ്റേത് രാശിയും ലഗ്നരാശിയായിട്ട് വരാം. അപ്പം മകരലഗ്നമല്ലാതെ മറ്റു രാശികൾ ലഗ്നമായിട്ട് വരുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നം അവരുടെ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ചും ഈ പൊതുഫലത്തിൽ മാറ്റം വരും. ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് 2026 ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ശനി 3-ലാണ്. അത് പൊതുവെ നല്ലതാണ്. 8-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശി വരുന്നു. അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ വരുന്നു. 12-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6-ൽ സ്ഥിതി ചെയ്യുന്നു. 8-ലാണെങ്കിൽ കേതു. ഇതാണ് പൊതുവെ നമ്മൾ ആരോഗ്യപരമായിട്ട് സൂചന തരുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത്.
അപ്പോൾ പൊതുവെ ഇത് നോക്കുമ്പോൾ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, ജെനിറ്റൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ചിലപ്പോൾ വർഷാരംഭത്തിൽ ഉണ്ടായെന്ന് വരാം. അതേസമയം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനി 3 നിൽക്കുന്നത് അവരുടെ ധൈര്യം, ആത്മവിശ്വാസം ഒക്കെ നൽകുമെങ്കിലും ആ 3-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു മാർച്ച് 10 വരെ വക്രത്തിലായതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പ്രതിവിധി കണ്ടെത്താനുള്ള ഒരു ശ്രമം ആദ്യത്തെ 2 മാസം ഇവരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഹെൽത്തിലൊക്കെ അല്പം ഫോക്കസ് കൊടുക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ അത് പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിശോധിച്ച് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ്. മാർച്ച് 10 മുതൽ മെയ് അവസാനം വരെ 6-ലെ ഗുരുവിന് വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നീച രാശിയിൽ വരുന്നു. അതൊക്കെ നമുക്ക് 6-ാം ഭാവാധിപൻ നീചരാശിയിൽ വരുമ്പോൾ അത് ആരോഗ്യസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായകമാണ്. അതുപോലെ 8-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 3-ൽ വരുന്നു. അഷ്ടമഭാവത്തിൻ്റെ അഷ്ടമസ്ഥാനമാണ് ആ 3-ാം ഭാവം എന്ന് പറയുന്നത്. അത് നമുക്ക് രോഗത്തിൽ ക്ലേശങ്ങൾക്ക് റിലീഫ് നൽകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ജൂൺ 2 ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആ ഗുരു 6-ൽ നിന്ന് 7-ലേക്ക് രാശി മാറും, ഉച്ചരാശിയിലേക്ക് രാശി മാറും. ആ ഗുരു ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതാണ് വർഷത്തിൻ്റെ പകുതിയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചരാശിയിൽ നിന്ന് ഗുരുവൊക്കെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ ജന്മരാശ്യാധിപനെയുള്ള ശനിയും ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നു. അത് നമുക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആരോഗ്യ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. ജൂലൈ മാസത്തിൽ 6-ാം ഭാവാധിപൻ വക്രത്തിലാകുന്നു. അത് രോഗ പ്രശ്നങ്ങൾക്ക് ഒരു റിലീഫ് തരും. ജൂലൈ 27 മുതൽ ശനിയും വക്രത്തിലാകുന്നു. അപ്പോൾ ശനി ജന്മലഗ്ന രാശ്യാധിപനായതുകൊണ്ട് ആ ശനി വക്രത്തിലാകുന്നത് ബോഡി സംബന്ധമായിട്ടെന്തെങ്കിലും ചെയ്യണം, ഉത്സാഹമില്ലായ്മ, ബോഡി പെയിനിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. ഗുരുദൃഷ്ടി ശനിക്കുണ്ട്, ജന്മരാശിയിലുണ്ട് എന്നുള്ളത് പ്രശ്നങ്ങൾ കുറയാൻ സഹായകമാണ്. ആഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ ആഗസ്റ്റിലൊക്കെ 8-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 8-ൽ തന്നെ വരുന്ന സമയമാണ്. അത് വിപരീത രാജയോഗമാണ്. അതും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവറിക്ക് അത് വഴിതെളിക്കും. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഗുരു 8-ലേക്ക് വരുന്നു. അതും വിപരീത രാജയോഗമാണ്. പ്രത്യേകിച്ച് 12-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് അഷ്ടമത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് പാദസംബന്ധമായിട്ടോ അല്ലെങ്കിൽ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് ആ ഗുരുവിൻ്റെ അഷ്ടമസ്ഥിതി ഗുണം ചെയ്യും. നമുക്കതിൽ നിന്ന് റിക്കവറി ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഈ കുറുകാരുടെ ലഗ്നക്കാരുടെ തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. 2026 എന്ന് പറയുമ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി കർമ്മകാരകനും കൂടിയാണ്. ആ ശനി 3 സ്ഥിതി ചെയ്യുന്നത് വർക്കിലൊക്കെ നമുക്ക് ആക്റ്റീവ് ആകും. കർമ്മകാരകനായിട്ടുള്ള ശനി 3 സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്ക് ക്ഷമയോടും നീതിബോധത്തോടും കൂടി അച്ചടക്കത്തോടു കൂടിയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. എങ്കിലും മാർച്ച് 10 വരെ ആ ഗുരുവൊക്കെ 6-ൽ വക്രത്തിലായതുകൊണ്ട് വർക്ക് പ്ലേസിൽ നമ്മൾ എന്തെങ്കിലും തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നതിനെ പറ്റിയുള്ള ചിന്തകൾ, അതിന് വേണ്ടുന്ന പദ്ധതികളൊക്കെ തയ്യാറാക്കും. മാർച്ച് 10 കഴിയുമ്പോൾ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. അതൊക്കെ തൊഴിലിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും വ്യവഹാരങ്ങളുണ്ടെങ്കിൽ, കേസുകളുണ്ടെങ്കിൽ അതിലൊക്കെ വിജയമുണ്ടാകും. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസരങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ മാർച്ചിലൊക്കെ ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അത് ക്രമേണ ആ ശുക്രൻ 4-ലേക്കൊക്കെ മാറുന്നു, 10-ലേക്കൊക്കെ ആ ശുക്രൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക്
വർക്കിൽ സുഖാനുഭവം ഉണ്ടാകും, വർക്കിൽ മികവുണ്ടാകും. ഇപ്പോൾ ശനിയും ശുക്രനുമായിട്ടൊക്കെയുള്ള യോഗം പൊതുവേ നമുക്ക് കാര്യക്ഷമത കൂടും, തൊഴിൽ അന്വേഷകർക്ക് ഗുണാനുഭവം ഉണ്ടാകും. ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ക്രിയേറ്റീവ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. പൊതുവെ തൊഴിൽ ഭാഗ്യത്തിനൊക്കെ സാധ്യതയുണ്ട്. ഗുരു ശുക്രൻ എന്നൊക്കെ പറയുന്നത് 5ാം ഭാവാധിപനും കൂടിയാണ്. അതുപോലെ ആ ഗുരുവും ശുക്രനുമായിട്ടുള്ള യോഗമൊക്കെ ആൾ വരുന്നത് നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ഗുരു 7ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു, ശുക്രനും 7ലേക്ക് മാറുന്നു. കർമ്മഭാവാധിപനായ ശുക്രൻ 7ലേക്ക് മാറുക എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനത്തിൻ്റെ 10ാം ഭാവമാണ്. 10ൻ്റെ 10ലാണ് ശുക്രൻ വരുന്നത്. അവിടെ ഗുരുവും ശുക്രനുമായിട്ട് യോഗം വരുമ്പോൾ വർക്കിൽ ഉയർച്ച, വർക്കിൽ കൂടുതൽ ഉത്തരവാദിത്വം, സ്ഥാനക്കയറ്റം ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. നമുക്ക് മുമ്പ് ചെയ്ത ആ വർക്കിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഫലം അവർക്ക് കിട്ടുന്ന സമയമായിരിക്കും. അതുപോലെ അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7ൽ വരുന്നുണ്ട്. അത് പൊതുവെ അഷ്ടമഭാവാധിപൻ ഒക്കെ 7ൽ വരിക എന്ന് പറയുമ്പോൾ അത് ഒരു മെല്ലപ്പോക്കിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതിനോ ഒക്കെ ചിലപ്പോൾ ആ അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ്റെ ആ 7ലെ സ്ഥിതി വഴിതെളിച്ചു എന്നൊക്കെ വരാം. അപ്പോൾ തൊഴിൽ തലത്തിലും കമ്മ്യൂണിക്കേഷൻ തലത്തിലുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ആ സമയം എന്ന് പറയുന്നത്. അതേസമയം ആഗസ്റ്റ് മാസം ശുക്രൻ നീചരാശിയിലൊക്കെ വരികയാണ്. തൊഴിൽ സുഖം കുറയാനിടയാക്കും. കർമ്മഭാവാധിപൻ നീചസ്ഥിതി വരുമ്പോൾ തൊഴിൽ സ്ഥിതി കുറയും. മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതുപോലെ ഈ ശനി ജൂലൈയിലൊക്കെ വക്രത്തിലാകുന്ന സമയമാണ്. ആ ശനിയൊക്കെ വക്രശനിയൊക്കെ 9ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ഈ തൊഴിൽ സ്ഥിതിയൊക്കെ മെച്ചപ്പെടും, തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകും, തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. കാരണം ശുക്രൻ 10ൽ തന്നെ 10ാം ഭാവാധിപൻ 10ലേക്ക് വരുന്നതാണ്, വളരെ ഗുണം ചെയ്യുന്ന സമയമാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശുക്രൻ കർമ്മഭാവാധിപൻ വക്രത്തിൽ വരുന്നു. തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം, എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യനും 10ൽ വരുന്ന സമയമാണ്. അപ്പോൾ അത് തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം. നവംബർ ഡിസംബർ മാസത്തിൽ ഗുരു അഷ്ടമത്തിൽ വരുന്നു. അവിടെയും നമ്മൾ 3ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് അഷ്ടമത്തിൽ വരുന്നത്. അത് ഭാവത്തിൻ്റെ 6ലാണ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം. നവംബർ പകുതിയൊക്കെ കഴിയുമ്പോൾ തൊഴിൽ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും അതിന് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രനും ബുധനും ഗുരുവും ആണ് പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. ബിസിനസ്സുകാരകൻ ബുധനാണ്. ആദ്യത്തെ 2 മാസങ്ങളിൽ ബുധൻ്റെ സ്ഥിതിയൊക്കെ ഇഷ്ടസ്ഥാനങ്ങളിലാണ്, പ്രശ്നങ്ങളില്ല. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ ആ ബുധന് വക്രസ്ഥിതിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ ശുക്രനൊക്കെ ഉച്ചസ്ഥിതിയിലൊക്കെ വരുന്നത് ഗുണം ചെയ്യും. എങ്കിലും ബുധനൊക്കെ ആ 2ൽ വക്രത്തിൽ വരുമ്പോൾ നമ്മൾ ക്രമേണ ആ ബുധന് നീചസ്ഥിതിയും കൂടെയൊക്കെ വരികയാണ്. അതുകൊണ്ട് ആ ബിസിനസ്സിൽ നമ്മൾ ആദ്യത്തെ ക്വാർട്ടറിൽ ശ്രദ്ധിക്കണം. ഇനി മെയ് നമ്മൾ ഈ മെയ് വരെ പൊതുവേ നമുക്ക് അതിനുശേഷം മെയ് വരെയുള്ള സമയം ബിസിനസ്സിൽ ഒരു സ്റ്റെബിലിറ്റി കുറവിന് സാധ്യതയുണ്ട്. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയം പ്രത്യേകിച്ച് 7ാം ഭാവത്തിൽ ആ ഗുരു ഉച്ചസ്ഥിതിനായിട്ട് വരുന്നത് ബിസിനസ്സിൽ ഗുണാനുഭവം ഉണ്ടാകും, ബിസിനസ് ആക്ടിവിറ്റീസ് ശക്തമാക്കും, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് വരുമാനം കൂടുന്നതിനും പ്രോഫിറ്റ് നിലവാരമൊക്കെ ഉയരുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ബിസിനസ്സിലൊക്കെ പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ് ഈ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയം. കാരണം 7ൽ ഗുരു ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ ബിസിനസ്സിലൊക്കെ ഒരു സ്റ്റെബിലിറ്റി ആ സമയത്തുണ്ടാകും. നവംബർ ഡിസംബർ മാസത്തിൽ ബിസിനസ്സിൽ കെയർ വേണം. കാരണം ഗുരു അഷ്ടമത്തിൽ വരുന്നു, ശുക്രൻ വക്രത്തിലാകുന്നു, ബുധനും വക്രത്തിലാകുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവസാനത്തെ 2 മാസമൊക്കെ ബിസിനസ്സുകാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്.
ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 വർഷാരംഭം എന്ന് പറയുന്നത് സൂര്യനും കുജനും ബുധനും ശുക്രനും ഒക്കെ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. ജന്മരാശ്യാധിപൻ ബുധൻ 3-ൽ ആക്റ്റീവാണ്. അപ്പോൾ കുറച്ച് ഊർജ്ജസ്വലത, ബുദ്ധിശക്തി, ആത്മവിശ്വാസം, ക്രിയേറ്റീവ് തലത്തിലൊക്കെ ഉയർച്ച, കാമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്ന സമയമാണ്. അപ്പോൾ ശുക്രൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമാണ്. 5-ാം ഭാവാധിപനായ ശുക്രൻ ഭാവത്തിൻ്റെ 11-ലാണ് നിൽക്കുന്നത്. അത് ഭാവത്തിൻ്റെ 11-ലൊക്കെ മാർച്ചാകുമ്പോൾ ഉച്ചസ്ഥിതിയിലൊക്കെ വരികയാണ് 5-ാം ഭാവാധിപൻ. അത് പ്രത്യേകിച്ച് പഠിതാക്കൾക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും. 5-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ നേട്ടത്തിലാണ് വരുന്നത്. അത് പഠന സംബന്ധമായിട്ട് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും. അതേസമയം ആ സമയത്ത് വിദ്യാകാരകനായിട്ടുള്ള ബുധന് വക്രസ്ഥിതി വരുമ്പോൾ നമ്മൾ ഈ പഠിതാക്കൾ ഈ ചില വിഷയങ്ങളിൽ അവർക്ക് ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം. അതുപോലെ പഠന സംബന്ധമായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ അവരുടെ ഭാഗത്ത് ആ സമയത്ത് വേണം. അതുപോലെ കഴിവതും ഈ 2-ലൊക്കെ രാഹുവൊക്കെ ഉള്ള സമയമായതുകൊണ്ട് സഡനായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏപ്രിൽ ആദ്യം വാരമൊക്കെ കഴിയുമ്പോൾ ബുധന് നീചസ്ഥിതി വരികയാണ്. അതുപോലെ ആ സമയത്ത് ബുധന് നീചസ്ഥിതി വരുന്നു. വിദ്യാകാരകനാണ്, നീചസ്ഥിതി വരുന്നുവെങ്കിലും 9-ൽ ആ ഗുരുവിന് ഉച്ചദൃഷ്ടി വരുന്നു. അത് നമ്മൾ ഈ ഉന്നത പഠനം നടത്തുന്നവർക്ക്, ഹയർ എഡ്യൂക്കേഷനിലൊക്കെ പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. അതൊക്കെ പഠനത്തിന് ഗുണാനുഭവമൊക്കെ ഉണ്ടാകും. സൂര്യൻ ഏപ്രിൽ പകുതിയോടെ 4-ൽ ഉച്ചസ്ഥിതനാകുന്നു. ഇപ്പോൾ സൂര്യൻ ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് അഷ്ടമഭാവാധിപൻ 4-ൽ ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ റിസർച്ച് വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അതിൽ അവർക്ക് വന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതിലൊക്കെ അവർക്ക് ഡീപ്പ് നോളജ് ഉണ്ടാകും. അതിൽ ഗുണാനുഭവം ഉണ്ടാകും. വലിയ നേട്ടം പ്രതീക്ഷിക്കാം. അതേസമയം മെയ് പകുതി ഈ 5-ാം ഭാവാധിപനായ ശുക്രൻ 5-ൽ തന്നെ വരുന്നത് പ്രത്യേകിച്ച് പഠിതാക്കൾക്ക് നല്ല സമയമാണ്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ അവർ തിളങ്ങാനാകും. ഇപ്പോൾ കലാതലങ്ങളിലൊക്കെ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ഒക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ബുധൻ 9-ാം ഭാവാധിപനും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് ആ സമയം ബുധനും 5-ൽ നിൽക്കുന്ന സമയമാണ്. അത് ഗുണം ചെയ്യും. ജൂൺ 2-ന് ഗുരു 7-ലേക്ക് മാറുന്നു. ഒക്ടോബർ വരെ ആ ഗുരു 7-ലുണ്ടാകും. അനുകൂല സ്ഥാനത്താണ് ആ ഗുരു നിൽക്കുന്നത്. ഉച്ചസ്ഥിതിയിലാണ്. അപ്പോൾ ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നല്ല ചിന്തകൾ, നല്ല തീരുമാനങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ കഴിയും. അതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ബുധനും ആ സമയത്ത് 7, 8, 9 രാശികളിലൂടെ സഞ്ചരിക്കുന്നു. ബുധൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നും ദോഷമല്ല. നമുക്കൊരു വിഷയത്തിൽ ആഴത്തിലുള്ള ഒരു അറിവ് കിട്ടുന്നതിനൊക്കെ അത് സഹായകമാണ്. അതുപോലെ 5-ാം ഭാവാധിപനായ ശുക്രൻ ആഗസ്റ്റ് മാസം അല്പം നീചസ്ഥിതിയിലൊക്കെ വരുന്നുണ്ട്. അവിടെ നമ്മൾ അധ്യാപകരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ക്രിയേറ്റീവ് തലത്തിലും കലാതലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ആ സമയത്ത് കെയർ വേണ്ടുന്ന സമയമാണ്. നവംബർ ഡിസംബർ മാസത്തിൽ ഗുരു അഷ്ടമത്തിൽ വരുമ്പോൾ ആ ഗുരു 12-ാം ഭാവാധിപനും കൂടെയാണ് അഷ്ടമത്തിൽ വരുന്നു എന്നുള്ളത് വിപരീത രാജയോഗമാണ്. അപ്പോൾ 12-ലൊക്കെ ഗുരുദൃഷ്ടിയുണ്ട്. ഇപ്പോൾ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിത നേട്ടമുണ്ടാകും. മാത്രമല്ല വിദേശത്തൊക്കെ ഗവേഷണം, ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ ഗുരു അഷ്ടമത്തിൽ നിന്ന് 12 ദൃഷ്ടി ചെയ്യുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും. അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റുമെന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2-ാം ഭാവാധിപൻ ശനി തന്നെയാണ്. ആ ശനി 3-ലാണ് നിൽക്കുന്നത്. ജൂലൈ വരെ ആ ശനി നേർസഞ്ചാരത്തിലാണ്. അപ്പോൾ 2-ലാണെങ്കിൽ രാഹു, 11-ാം ഭാവാധിപനുള്ള കുജനാണെങ്കിൽ വർഷാരംഭത്തിൽ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനാണ്. അപ്പോൾ അത് ധനാഗമം കൂടുന്നതിന് സഹായകമാകും. അതേസമയം ധനകാരകനായിട്ടുള്ള ഗുരു, ആ ഗുരു 6-ൽ വക്രത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഗുരു 6-ൽ വക്രത്തിലാവുമ്പോൾ നമുക്ക് വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാകാം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ സാമ്പത്തികമായിട്ട് ഒരു അച്ചടക്കമൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ്. ധനം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ വേണം നമുക്ക്. അതുപോലെ തന്നെ ഈ വിപരീത രാജയോഗത്തിൽ 12-ാം ഭാവാധിപൻ 6-ൽ വരിക, ഗുരു 6-ൽ വരിക എന്ന് പറയുമ്പോൾ ഒരു വിപരീത രാജയോഗമാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഗുണം നമുക്ക് കിട്ടുന്നില്ല. കാരണം മാർച്ച് 10 വരെ ആ ഗുരു വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 2-ൽ രാഹുസ്ഥിതിയുണ്ട്.
ഇപ്പോൾ വക്ര ഗുരുവൊക്കെ ആ 2-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോഴൊക്കെ അതിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. 2-ലൊക്കെ രാഹു നിൽക്കുമ്പോൾ ചാടി കയറി ധനപരമായിട്ടുള്ള തീരുമാനം എടുക്കരുതേ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ. മെയ് 10 കഴിയുമ്പോൾ ഗുരു മെയ് അവസാനം മാർച്ച് 10 കഴിയുമ്പോൾ ഗുരു വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പോൾ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇപ്പോൾ ചിലപ്പോൾ കേസുകളുള്ളവർക്ക് ആ കേസുകളിൽ മെല്ലെപ്പോക്കൊക്കെ മാറി കേസിൽ നമുക്ക് വിജയം ഉണ്ടാകാം. അതുവഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ജൂൺ മുതൽ ഗുരു ധനകാരകനാണ്. ആ ഗുരു 7-ൽ ഉച്ചസ്ഥിതിയിലൊക്കെ വരുന്നു. ഒക്ടോബർ വരെ ആ ഗുരു 7-ലുണ്ടാകും. ആ ഗുരു 1-ലും 11-ലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ആ ഗുരു 1, 11, 3 രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ജൂൺ മാസത്തിൽ ശുക്രനും ആ ഗുരുവിനുമായിട്ടൊക്കെ ഒരു ഗുരുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട്. ആ ഗുരുവും ശുക്രനുമായിട്ടൊക്കെ 7-ലൊക്കെ യോഗം വരുന്നത് ഒരു കുബേരാവസ്ഥ എന്ന് പറയാം, ഒരു കുബേര യോഗം എന്ന് പറയാം. അതൊക്കെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ്. അതുപോലെ ഇപ്പോൾ ബിസിനസ് വഴി, പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴിയോ ഒക്കെ തന്നെ വലിയ നേട്ടങ്ങളുണ്ടാകും. കരാറുകൾ, കോൺട്രാക്റ്റ് ഇടപാടുകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ ഈ പബ്ലിക്കേഷൻ തലത്തിൽ, പ്രത്യേകിച്ച് 3-ാം ഭാവാധിപനാണ് ഉച്ചത്തിൽ നിൽക്കുമ്പോൾ പബ്ലിക്കേഷൻ തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ ജീവിത പങ്കാളി വഴിയൊക്കെ വരുമാനമൊക്കെ കൂടാനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ജൂൺ അവസാനം മുതൽ ജൂലൈ മാസം വരെ ഈ 11-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 5-ൽ വരുന്നു. അത് 11-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. അതും നമുക്ക് സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാക്കുന്ന സമയമായിരിക്കും. സാമ്പത്തിക നില ശക്തിപ്പെടും എന്ന് തന്നെ പറയാം. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഗുരു അഷ്ടമത്തിൽ വരുന്നു. അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരു 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് ചിലപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററി ഗെയിൻ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഇൻഹെറിറ്റൻസ് വഴിയാകാം, ചിലപ്പോൾ ജീവിത പങ്കാളി വഴിയാകാം, അല്ലെങ്കിൽ ഈ നിഗൂഢ ശാസ്ത്രം, ഗവേഷണം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഴ്സുകളിൽ നിന്ന്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സോഴ്സുകളിൽ നിന്ന് ഉണ്ടാകുന്ന ധനനേട്ടമാകാം. അതുവഴിയൊക്കെ സമ്പാദ്യം കൂടുന്നതിന് അത് വഴിതെളിക്കും. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വർഷാരംഭം രവി, കുജൻ, ബുധൻ, ശുക്രൻ 7-ലൊക്കെ ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആലോചനകളൊക്കെ വരാം എങ്കിലും അവയിൽ തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട്. മാർച്ചിലൊക്കെ ശുക്രൻ ഉച്ചസ്ഥിതനാകുന്നു. അപ്പോഴും ആലോചനകൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനാണ് ആ ശുക്രൻ. ആ ശുക്രൻ ഉച്ചസ്ഥിതനൊക്കെ ആകുമ്പോൾ ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയ വിവാഹത്തിനൊക്കെ സാധ്യത കാണിക്കുന്നു. അതുപോലെ ശനിയും ശുക്രനുമായിട്ടുള്ള യോഗം, ശുക്രൻ 5-ന്റെ 11-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രണയബന്ധം വഴി നേട്ടങ്ങളുണ്ടാകും. അതുപോലെ ഏപ്രിൽ മാസം 5-ാം ഭാവാധിപനായ ശുക്രൻ 5-ൽ തന്നെ നിൽക്കുന്നു. അതും പ്രണയ ചിന്തകൾ ദൃഢമാക്കും. ജൂൺ 2-ന് ആ ഗുരു 7-ൽ ഉച്ചസ്ഥിതനാകുന്നു. ജന്മരാശിയിലും ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നു. അതൊക്കെ വിവാഹ ആലോചനകൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വിവാഹ നിശ്ചയത്തിനും അനുകൂല സമയമാണ്, വിവാഹത്തിനും അനുകൂല സമയമാണ്. ഒക്ടോബർ എൻഡ് വരെ വിവാഹം ആലോചിക്കുന്നവർക്കും വിവാഹം നടത്തുന്നവർക്കുമൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണാം. ജൂൺ പൊതുവെ കമിതാക്കും അനുകൂല സമയമായിട്ട് കാണുന്നു. 5-ാം ഭാവാധിപനായ ശുക്രനും ആ ഗുരുവിൻ്റെ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അതും ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാം. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഗുരു അഷ്ടമത്തിൽ വരുന്നു. നവംബർ പകുതിയൊക്കെ ആകുമ്പോൾ ശുക്രന് വക്രസ്ഥിതിയൊക്കെ മാറി ബലം വരുന്നു. അത് ഗുണം ചെയ്യും. ദാമ്പത്യബന്ധം പൊതുവെ ജനുവരി ഫെബ്രുവരി മാസമൊക്കെ സുഖകരമാകണമെന്നില്ല. ദമ്പതിമാർക്കിടയിലെ തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ
ഒക്കെ ഉണ്ടാകാം. അത് കഴിയുമ്പോൾ ശുക്രൻ്റെ ഉച്ചസ്ഥിതി ഗുണം ചെയ്യും. ഇപ്പോൾ 7 തമോ ഗ്രഹങ്ങളുടെ സാന്നിധ്യമൊന്നും ആദ്യത്തെ ജൂൺ മാസം വരെ വരുന്നില്ല. അപ്പോൾ അത് ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ കുറയ്ക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ജൂൺ കഴിയുമ്പോൾ ജൂൺ 2 മുതൽ ഗുരുവൊക്കെ 7 വരുന്നു, ഉച്ചസ്ഥിതിയിലാകുന്നു. അതും നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും. ശുക്രനും 7 വരുന്നു, അതും ഗുണസ്ഥിതി നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. ഒക്ടോബർ വരെ പൊതുവെ ഗുരു 7 നിൽക്കുന്നത് ദാമ്പത്യ ബന്ധം സ്മൂത്താക്കും എന്ന് തന്നെ പറയാം. അതേസമയം സൂര്യൻ 7 പോകുന്ന സമയം, അത് ജൂലൈ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ 7 പോകുന്നുണ്ട്. അതുപോലെ അത് ആ സമയത്ത് ശുക്രൻ അഷ്ടമത്തിലൂടെയും പോകുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ ദാമ്പത്യ ബന്ധം ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ആഗസ്റ്റ്, ഒക്ടോബർ, നവംബർ പകുതിയൊക്കെ ആകുമ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ സുഖക്കുറവിനാണ് സാധ്യത. ശുക്രൻ്റെയൊക്കെ സ്ഥിതി അത്ര അനുകൂലമല്ല. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2 രാഹു ഉണ്ട്. അത് കുടുംബാംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം. മാർച്ച് 10 കഴിയുമ്പോൾ ഗുരു നേർസഞ്ചാരത്തിലാകുന്നു. ആ ഗുരു 2 ദൃഷ്ടി ചെയ്യുന്നു. ഗുരു വർഷാരംഭത്തിലും ദൃഷ്ടി ചെയ്യുന്നുവെങ്കിലും മാർച്ച് 10 വരെ ഗുരു വക്രത്തിലായിരിക്കും. അപ്പോൾ ആ ഗുരു ദൃഷ്ടി 2 വരുന്നത് കുടുംബ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ സഹായകമാണ്. ഏപ്രിൽ മാസത്തിലൊക്കെ ആകുമ്പോൾ 4ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 3 വരികയാണ്. കുജനും ശനിയുമായിട്ടുള്ള യോഗം 3, അതും കുടുംബത്തിൽ സുഖക്കുറവുണ്ടാക്കും. ഇപ്പോൾ 4ാം ഭാവാധിപൻ പ്രത്യേകിച്ച് ഭാവത്തിൻ്റെ 12ലാണ് വരുന്നത്. അപ്പോൾ ഒരു കുടുംബസുഖം കുറയ്ക്കും. പ്രത്യേകിച്ച് ശനിയും കുജനുമായിട്ടുള്ള യോഗം എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ വഴിതെളിക്കും. അത് കുടുംബ സുഖം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ മെയ് പകുതി മുതൽ കുടുംബത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആസ്തികൾ വർദ്ധിപ്പിക്കുന്നതിനോ എന്തെങ്കിലും പർച്ചേസ് നടത്തുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. 4 പൊതുവെ സമഗ്രഹങ്ങളുടെ സാന്നിധ്യമൊന്നുമില്ല. ഇപ്പോൾ ഡിസംബർ പകുതി വരെ, അതായത് 2026 ഡിസംബർ പകുതി വരെ രാഹു 2 തന്നെ ഉണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ സംസാരത്തിൽ സംയമനം വേണം. ആ സംസാരത്തിൽ സംയമനം വരിക വഴി തന്നെ നമുക്ക് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.